പിന്നെയാ ടയറ് ഗ്രിപ്പില്ലല്ലോ. കുറച്ചുകൂടെ കഴിഞ്ഞാൽ നീ പൊട്ടിയാനല്ലയോ? മുട്ടയായിരുന്നില്ലയോ? അതെന്താണ്? ആ ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്, ഇന്നത്തെ നമ്മുടെ എക്സ്പൾസിൻ്റെ ഫ്രണ്ട് ടയറിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടില്ലേ? മൊത്തവും ബബിള് വന്നിട്ട് മുട്ട ഒരു പരിവായിട്ടോ. ഇതിനകത്ത് നേരത്തെ കിടന്നിരുന്നത് C8-ൻ്റെ ടയർ തന്നെയാണ്. ഇപ്പോൾ വണ്ടി ഇപ്പം ഏകദേശം ഒരു 30,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഗൈസ്, അപ്പം ഈ ടയർ എന്ന് പറയുന്ന വണ്ടി നമ്മൾ ഷോറൂമിൽ നിന്ന് ഇറക്കിയപ്പോൾ ഉള്ള ടയർ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ബാക്കിലത്തെ ടയറായിരുന്നു നമ്മൾ മാറിയത്. ഏകദേശം ഒരു 24,000 കിലോമീറ്ററൊക്കെ ആയപ്പോൾ ബാക്കിലത്തെ ടയർ മാറിയായിരുന്നു. അപ്പോൾ ഫ്രണ്ട് ടയർ ഒരു 30,000 കിലോമീറ്റർ വരെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഗൈസ്, അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് ടയർ മാറുന്ന ഒരു വീഡിയോ ആണ്. അപ്പം വണ്ടിക്കകത്ത് കിടക്കുന്ന ടയർ എന്ന് പറയുന്നത് C8-ൻ്റെ ടയറാണ്. അപ്പോൾ C8 ഇടണോ അപ്പോളോ ഇടണമെന്ന് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. അതായത് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു കടയാണ് കേട്ടോ. അപ്പോൾ പുള്ളിക്കാരൻ്റെ അടുത്തായിരിക്കും നമ്മൾ ടയർ മാറാൻ വേണ്ടി പോകുന്നത്. നമ്മൾ സ്ഥിരമായിട്ട് ബാക്കിലത്തെ ഈ ടയർ മാറിയതും പുള്ളിയുടെ കടയിലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അറിയാവുന്ന നമ്മുടെ സുഹൃത്തു കൂടിയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഗൈസ്, അപ്പോൾ നമ്മൾ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ കട. സെൻട്രൽ സ്റ്റാൻഡ് ഇല്ലണ്ണാ. ഇല്ലില്ല, കുഴപ്പമില്ല. കേട്ടില്ല. ചെല്ലാനോ? പിന്നെ ചെല്ലാൻ തുടങ്ങിയെന്നോ? അണ്ണാ C8 ആണോ അപ്പോഴാണോ നല്ലത്? ഇത് C8 ആയിരുന്നു. 30 വരെ കിട്ടിയതാ. നോക്ക് ഇങ്ങനെ ടയറിൻ്റെ അവസ്ഥയെ മൊത്തം തിന്നി. ഇത് 30. ഗൈസ്, അപ്പം 30,000 കിലോമീറ്റർ ഓടി ടയറാണ് കേട്ടോ. മുട്ടയായി. ഏതാണ് C8? അപ്പോളേക്ക് എങ്ങനാ? നോക്ക്, അത് അത്യാവശ്യം ഓഫ് റോഡൊക്കെ കൊണ്ടുവന്നതാണ്. അപ്പോൾ അതിന് അത്യാവശ്യം ഓഫ് റോഡൊക്കെ കൊണ്ടുവന്നതാണ് വണ്ടി. ഇത്ര മഴ ഉണ്ടോ ഇതിനേക്കാളും C8-നേക്കാളും? വരിയോ? ആ, പോയിക്കോ. എന്നാൽ C8 തന്നെ ഇടണം.
എന്തുവാ? ഒത്തിരി ഓടി തന്നെ തുടങ്ങിയാൽ ഞാൻ പിന്നെ കുറച്ച് വണ്ടി കയറ്റി വെച്ചേക്ക് വരും. ചേട്ടച്ചാറേ വണ്ടിയിലായിരുന്നു പോകുന്നത്. ഇതൊക്കെ സമയമില്ല, അതാ അതാണ് മാറാഞ്ഞത്. കുറച്ചുകൂടെ നീ പൊട്ടിയാനല്ലയോ? മുട്ടയായിരുന്നില്ലയോ? അതെന്താണ്? ആ ഇതാ ഒരു പേടി. ഞാൻ നമ്മളിടുന്ന പുതിയ ഓക്കെ ഗൈസ്, അപ്പം നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് ടയർ നമ്മൾ മാറി. നേരത്തെ കടന്നത് C8 ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഇട്ടതും C8 തന്നെയാണ്. നേരത്തെ ഇട്ട ടയർ ഏകദേശം ഒരു ഞാൻ പറഞ്ഞല്ലോ ഒരു 30,000 കിലോമീറ്റർ നമുക്ക് കിട്ടിയായിരുന്നു. അപ്പോൾ ഇതും ഒരു 30,000 കിലോമീറ്റർ കിട്ടും എന്നാണ് നമ്മുടെ ഒരു പ്രതീക്ഷ. ഇപ്പോൾ നമ്മൾ ഫ്രണ്ടും ബാക്ക് വിട്ടേക്കുന്നത് C8 ആണ്. അതായത് അപ്പം പുള്ളിക്കാരൻ പറഞ്ഞത് അപ്പോളേക്കാളും ഇച്ചിരൂടെ സ്ട്രെച്ച് C8 തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ C8 തന്നെ ചൂസ് ചെയ്തത് കേട്ടോ. അപ്പോൾ അപ്പോളേക്കായാലും നമ്മൾ C8 ചൂസ് ചെയ്ത് ഏറ്റവും കൂടുതൽ ഹിമാലയക്കകത്തായാലും അതുപോലെ തന്നെ എക്സ്പൾസിനകത്തായാലും ഏറ്റവും കൂടുതൽ വണ്ടിയിൽ യൂസ് ചെയ്യുന്നത് C8 ആണ്. അപ്പോൾ C8 ടയറിന് ചെറിയൊരു സ്ട്രെച്ച് ഉണ്ട്. അപ്പോൾ ഓഫ് റോഡിലൊക്കെ നമ്മൾ ഓഫ് റോഡൊക്കെ ചെയ്യുമ്പോഴും ചെറിയൊരു മയമുണ്ട് ടയറിന്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ C8 തന്നെ ചൂസ് ചെയ്തത്. ഓക്കെ പ്ലീസ്, അപ്പോൾ നമ്മുടെ വീഡിയോ ഒരു വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യണം. അതിനോടൊപ്പം ചാനലോടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ പുതിയതായിട്ടൊരു വീഡിയോ വരുന്നവരേക്കും ബൈ ബൈ.